എല്ലാവർക്കും നമസ്കാരം. എല്ലാ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ്, അതാണ് സത്യത്തിൽ UAD കാർഡ്. UAD ക്യാമ്പയിൻ നിലവിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. നവകേരള സദസ്സിൻ്റെ ഭാഗമായാണ് UAD ക്യാമ്പയിൻ എല്ലായിടത്തും നടന്നുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: www.soilambencard.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണ്, കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിന് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതിനെ പറ്റാത്തവർക്ക് വിരൽ അടയാളം, ആധാർ കാർഡ്, ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളടുത്ത് ഉണ്ടാകേണ്ട രേഖകൾ. UAD കാർഡ് ഭിന്നശേഷിക്കാർക്ക് നിർബന്ധമാക്കിയ ഈ സാഹചര്യത്തിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും രജിസ്റ്റർ ചെയ്തെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വർഷങ്ങൾക്ക് മുമ്പ് 2019 അംഗൻവാടി മുഖേന ആശാ വർക്കറുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള ഒരു ക്യാമ്പയിൻ കടന്നുപോയിട്ടുണ്ട്. അന്നത്തെ ആ കാലഘട്ടങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാനടക്കമുള്ള ഭിന്നശേഷിക്കാർ പലരും ഇങ്ങനെ ആശാ വർക്കറെ ഏൽപ്പിച്ച് UAD കാർഡിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ അപേക്ഷ കൊടുത്തിരുന്നു. അന്ന് ചില സാഹചര്യങ്ങളിൽ, ചില സാങ്കേതിക കാരണങ്ങളാൽ ഒരുപാട് ആൾക്ക് ഇതിൻ്റെ ഈ UAD കാർഡ് കിട്ടാതെ പോയിട്ടുണ്ട്. അതിലൊരാളാണ് ഞാൻ. 2023 എനിക്ക് അവസാനം ഈ കാർഡ് കിട്ടുന്നത്. അതിനെ ഈ കാർഡ് കിട്ടാത്തതിൻ്റെ പേരിൽ ഒരുപാട് അന്വേഷണം നടത്തുകയും ഒടുവിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ വെച്ച് ഞാൻ ഒരു അക്ഷയ ത്രൂ അത് ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ പോരായ്മകൾ കണ്ടെത്താൻ വേണ്ടി പറ്റി. അതിൻ്റെ അന്ന് എനിക്കുണ്ടായ പോരായ്മ എൻ്റെ പഴയ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അതിന് ഫോട്ടോ പതിച്ച ഒരു സർട്ടിഫിക്കറ്റ് ആയിരുന്നില്ല, ഒരു ക്ലിയർ ആയിരുന്നില്ല. ഒടുവിൽ പുതിയ ഒരു അപേക്ഷ മെഡിക്കൽ ബോർഡിൽ നിന്ന് കൊടുക്കുകയും മെഡിക്കൽ ബോർഡിൽ നിന്ന് പുതിയ അപേക്ഷ മേടിച്ച് അപ്ലോഡ് ചെയ്തതിൻ്റെ ശേഷമാണ് എനിക്ക് ഈ കാർഡ് കിട്ടിയത്. ഈ കാർഡ് കിട്ടിയതിൻ്റെ ശേഷം അതിൻ്റേതായ ഉപകാരങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ UAD കാർഡ് കൊണ്ട് അതിൻ്റെ ഉപയോഗം ചെറുതല്ല എന്ന് പറഞ്ഞ ഒരു വീഡിയോസ് ഞാൻ ഇതിനു മുമ്പേ പോസ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഈ ഒരു ക്യാമ്പയിന് ഈ സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെർമനൻ്റായി ഭിന്നശേഷിയുള്ള പലരും ഈ കാർഡ് എടുക്കാതെ ഇപ്പവും മാറി നിന്നതായിട്ട് അറിയാൻ വേണ്ടി പറ്റിയതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭിന്നശേഷിക്കാരും അവരുടെ പെർമനൻ്റ് ID ആയി ഈ UAD കാർഡ് ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് ഇത് അത്യാവശ്യമായി വരുന്നതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യം കിട്ടാതിരിക്കരുത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടി നമ്മുടെ ഭിന്നശേഷിക്കാരായ എല്ലാ സുഹൃത്തുക്കളും UAD കാർഡിന് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞിരുന്നു. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ കരുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് വീഡിയോ എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പുതിയൊരാശയവുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.